ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു സൈക്ക് ഓഫ് ദേവു. അപ്പോൾ എന്നെ കണ്ടാൽ രാവിലെ എഴുന്നേറ്റ പോലെ ഉണ്ടാവും അല്ലേ? ആക്ച്വലി രാവിലെ എണീറ്റ് കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടിരിക്കുകയാണ് ഞാൻ. കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോസ് മോസ്റ്റ്ലി ഒന്നെങ്കിൽ ട്രാവൽസ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാം നമ്മൾ ചെയ്യുന്നതിൻ്റെ മുന്നോടിയായിട്ടുള്ള പ്രിപ്പറേഷൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ പ്രോഗ്രാം ഇറ്റ്സെൽഫ് ആയിരിക്കാം. ആക്ച്വലി എനിക്ക് വാഗമണിൽ ചെയ്ത പ്രോഗ്രാം ഇതിലിടാൻ പറ്റിയില്ല. ബേസിക്കലി അന്ന് ഞാൻ അത്ര നല്ലൊരു മൂഡിലല്ലാതിരുന്നത് കൊണ്ട് എനിക്ക് ലൈക്ക് എൻ്റെ ഫോണിൽ ഫുട്ടേജസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ ലൈക്ക് സൈഷാറിൻ്റെ ഇൻസ്റ്റാ പേജിൽ അതുണ്ട് കേട്ടോ. ഓക്കെ, വാട്ട് എവർ. അപ്പം ഇന്ന് ഇപ്പം ഞാൻ വന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, ആസ് യു ഓൾ നോ, ലൈക്ക് ഐ എം എ സൈക്കോളജിസ്റ്റ് ആൻഡ് മോറോവർ ഐ എം എ മെൻ്റൽ ഹെൽത്ത് കോച്ച്. സോ ഒരു മെൻ്റൽ ഹെൽത്ത് കോച്ച് എന്ന് പറയുമ്പം നമ്മൾ മെയിൻലി ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ മുന്നിൽ വരുന്ന പല പ്രശ്നങ്ങൾക്കും, ഓക്കെ, അതിപ്പോൾ ഡിപ്രഷൻ ആയിക്കോട്ടെ, ആൻസൈറ്റി ആയിക്കോട്ടെ, ബൈപ്പോളർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ജനറൽ ലൈഫ് സ്ട്രെസ്സസ് നമ്മളെ എഫക്റ്റ് ചെയ്യുന്നതായിക്കോട്ടെ, ഇതെല്ലാം ഓരോ വ്യക്തിയിലും ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് പല രീതിയിലായിരിക്കും. എവറി സൈക്കോളജിക്കൽ ഡിസ്ഫങ്ഷൻ, നോ മാറ്റർ വാട്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇറ്റ് വിൽ ലീവ് ഒരു ബയോളജിക്കൽ ഇമ്പാക്റ്റ് ഓൺ അസ്, അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ ഇമ്പാക്റ്റ് ഓൺ അസ്. ഫോർ എക്സാമ്പിൾ, ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം രാവിലെ കട്ടിൽ നിന്ന് എണീക്കുക എന്ന് പറയുന്നത് തന്നെ വളരെ ടാസ്ക് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് ഭയങ്കര ലൈക്ക് എന്താ പറയുക, ഒരു ബാലികേറ മലയായിട്ടാണ് അവർക്ക് തോന്നുക. പല്ല് തേക്കാൻ, കുളിക്കാൻ, അങ്ങനത്തെ ഒരു ബേസിക് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ പോലും ചെയ്യാനായിട്ട് പറ്റിയെന്ന് വരില്ല. ആൻഡ് അതിനെ പലരും വീട്ടുകാർ ആദ്യം റെക്കഗ്നൈസ് ചെയ്യുന്നത് മടി എന്നൊരു ടേമിലായിരിക്കാം. ബട്ട് ആക്ച്വലി അതൊരു മടിയല്ല, നമ്മുടെ ഉള്ളിലെ ഹോർമോണൽ ഇംബാലൻസസ് കാരണമാണ് എക്സ്റ്റേണലി ഫിസിക്കലി നമുക്ക് ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത്. സോ ഇത് ഒരു ഡേ ടു ഡേ ബേസിസിലും ക്ലയൻസിലും കണ്ടുവരുന്ന കാര്യമാണ്. നമ്മൾ പഠിക്കുന്ന സമയത്ത്, അതായത് സൈക്കോളജി UG PG ഒക്കെ പഠിക്കുമ്പോൾ നമുക്കൊരു പേപ്പറുണ്ട്, ഫിസിയോളജി എന്ന് പറഞ്ഞിട്ടൊരു പേപ്പർ, അല്ലെങ്കിൽ ബയോളജിക്കൽ ബേസിസ് ഓഫ് ബിഹേവിയർ എന്ന് പറഞ്ഞിട്ടൊരു പേപ്പറൊക്കെ ഉണ്ട്. അത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കറിയില്ല എന്തിനത് പഠിക്കുന്നതെന്നുള്ളത്, അല്ലെങ്കിൽ നമ്മൾ എന്തിനാണ് ന്യൂറോ സൈക്കോളജി പഠിക്കുന്ന സമയത്ത് ബ്രെയിനിൻ്റെ ലോബ്സിനെ പറ്റി പഠിക്കുന്നത് എന്നുള്ളത്. പക്ഷേ നമ്മൾ ആക്ച്വൽ ക്ലയൻസിനെ കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഓരോ ലോബ്സിൻ്റെയും ഡിസ്ഫങ്ഷൻ എങ്ങനെയൊക്കെയാണ് ആ ഒരു ക്ലയൻറ്റിൽ ഇമ്പാക്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഡോപ്പമിൻ, സെറോട്ടോണിൻ, ഗാബ എന്നൊക്കെ പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ ഒക്കെ ഒരു ഫ്ലക്ച്വേഷൻസ് എങ്ങനെയാണ് ആളുകളെ ഇമ്പാക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത്. ടു മച്ച് സയൻസ് ആയിട്ട് തോന്നുന്നുണ്ടോ? ഓക്കെ, സോ നമ്മുടെ ഒരു ട്രീറ്റ്മെൻറ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ആക്ച്വലി ഈ ഒരു മൈൻഡിനെയും ബോഡീനെയും ബാലൻസ് ചെയ്യുന്ന രീതിയിലാണ്. അതായത് പലപ്പോഴും നമുക്ക് നമ്മുടെ മൈൻഡിലേക്കുള്ള ഒരു കൺട്രോൾ ഡയറക്റ്റ് കിട്ടിയെന്ന് വരില്ല. സോ അത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ബോഡി ത്രൂ ആണ്. അതായത് ഇത്തരം ഒരു പ്രശ്നത്തിൽ ഒക്കെ ഇരിക്കുന്ന ആളുകളുടെ ആദ്യം നഷ്ടപ്പെട്ടു പോകുന്നത് അവരുടെ റുട്ടീനാണ്. ബേസിക് ആയിട്ടുള്ള ഉറക്കം, ഭക്ഷണം, ലൈക്ക് നമ്മുടെ ഒരു സ്ലീപ്പ് വേക്ക് സൈക്കിൾ, ഇത് ഡിസ്റപ്റ്റഡ് ആയി തുടങ്ങുന്നുണ്ടോ? അതായത് നോർമലി പോയിക്കൊണ്ടിരിക്കുന്ന ഒരാൾക്ക് നിങ്ങളുടെ നോർമൽ ആയിരിക്കില്ല എൻ്റെ നോർമൽ. ഓക്കെ, ഇപ്പോൾ അതായത് വെളുപ്പിന് 5 മണിക്ക് എണീറ്റ് വരുന്നതല്ല ചില ആളുകളുടെ നോർമൽ. ചില ആളുകൾക്ക് നൈറ്റ് ഷിഫ്റ്റ് ഉള്ള ആളുകൾക്ക് അപ്പോഴും ഒരു 7 to 8 hours സ്ലീപ്പ് കിട്ടുന്ന അത്തരത്തിലൊരു റുട്ടീൻ ബിൽഡ് ചെയ്തിട്ടുള്ള ആളുകളുണ്ടാകും. സോ അതിൽ നിന്നും വ്യതിചലിച്ച് പോകുന്നുണ്ടോ വല്ലാണ്ട് എന്നുണ്ടെങ്കിൽ അത് നമുക്കൊരു ഇൻഡിക്കേഷനാണ് ദാറ്റ് സംതിങ് ഇസ് നോട്ട് റൈറ്റ് വിത്ത് അസ് എന്നുള്ളത്. സോ അങ്ങനെ ഒരു പാറ്റേൺ നമ്മളുടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ പാറ്റേണിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റിയാൽ വിത്ത് ദ ഹെൽപ്പ് ഓഫ് സംബഡി ലൈക്ക് എ മെൻ്റൽ ഹെൽത്ത് കോച്ച് അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ ഇൻസ്ട്രക്ടർ തിരിച്ചു കൊണ്ടുവരാൻ പറ്റിക്കഴിഞ്ഞാൽ എ ലോട്ട് അബൌട്ട് നമ്മുടെ മൈൻഡ് ഓൾസോ സ്റ്റാർട്ടഡ് ചേഞ്ചിങ്. സോ ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ഒരു 5 AM ക്ലബിനെ പറ്റിയിട്ടോ, അല്ലെങ്കിൽ 10 മണിക്ക് തന്നെ കിടക്കുന്ന കാര്യത്തെ പറ്റിയിട്ടോ. സോറി, തുമ്മൽ വരുന്നുണ്ട്. ഇതൊന്നുമല്ല ഞാൻ പറയുന്നത്. ഐ എം ടോക്കിംഗ് അബൌട്ട് ഓരോ വ്യക്തിക്കും അവരവരുടേതായിട്ടുള്ള ഒരു ബേസിക് റൂട്ടീൻ ഫോളോ ചെയ്യേണ്ടതുണ്ടായിരിക്കും. അവർ കഴിക്കേണ്ടുന്നതായിട്ടുള്ള കുറച്ച് ഫുഡ് ഉണ്ടായിരിക്കും. ഇതെന്നൊക്കെ നമ്മൾ വല്ലാണ്ട് മാറി പോകുമ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മളെ ഓവർ പവർ ചെയ്യാൻ തുടങ്ങുന്നത്. സോ അതിൽ നിന്നും വിട്ടു വരാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ മൈൻഡ് ബോഡി തെറാപ്പി എന്നൊക്കെ പറയുന്ന സംഭവം. ഓക്കെ, ഐ കോൾ ഇറ്റ് മെൻ്റൽ ഹെൽത്ത് കോച്ചിങ്. സോ നമ്മൾ അങ്ങനത്തെ ലൈഫ് സെറ്റിംഗ് പ്രോഗ്രാംസ് ചെയ്യാറുണ്ട്. കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്ന പോലെ എൻ്റെ പേഴ്സണൽ റുട്ടീൻ വല്ലാണ്ട് തെറ്റിക്കിടക്കുകയാണ്. സോ എനിക്കപ്പം വേണ്ടത്ര എൻ്റെ ക്ലയൻസിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ട്, അവർക്കത് നോട്ടീസ് ചെയ്യാൻ പോലും പറ്റുന്നുണ്ടാവില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഉള്ളിൽ ഭയങ്കര ഒരു കുത്തൽ. ഞാനതൊന്നും ചെയ്യാണ്ട് ലൈക്ക് ബിക്കോസ് ഞാൻ ഓൾവേസ് ബിലീവ് ഐ ഓൺലി പ്രീച്ച് വാട്ട് ഐ പ്രാക്ടീസ്. അപ്പോൾ ഞാനിപ്പോൾ ഇത് പ്രാക്ടീസ് ചെയ്തിട്ട് കുറേ ആയി. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഇത് പ്രീച്ച് ചെയ്യുക എന്നുള്ളൊരു വിഷമം എനിക്ക് ഭയങ്കരമായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനത് ബിക്കോസ് എൻ്റെ ഒരു സാഹചര്യമൊക്കെ അങ്ങനെ ആയിരുന്നു.
അപ്പോൾ ലൈക്ക് ഇറ്റ് വാസ് നോട്ട് ജസ്റ്റ് അബൌട്ട് എൻ്റെ ബയോളജിക്കൽ പ്രശ്നങ്ങളായിരുന്നില്ല, എൻ്റെ സിറ്റുവേഷണൽ കാര്യങ്ങൾ കൊണ്ടാണ് അങ്ങനെയൊക്കെ ആയത്. പക്ഷെ നൗ ഐ എം ട്രൈങ് ടു റീഗെയിൻ ലൈക്ക് എൻ്റെ റുട്ടീനും എൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഐ തോട്ട് ലൈക്ക് എനിവേസ് ഞാൻ ഇനി സ്റ്റെപ്പ് 1 തൊട്ട് തുടങ്ങുകയാണ്. അപ്പം റുട്ടീൻ ഇടയ്ക്ക് വെച്ച് നഷ്ടപ്പെടുന്നത് പ്രശ്നമില്ല, അതിനെ നമുക്ക് തിരിച്ച് പിടിക്കാൻ പറ്റുന്നുണ്ടോ എന്നതിലാണ് കാര്യം. ഇഫ് പറ്റുന്നുണ്ട് നമ്മൾ റെസിലിയൻ്റ് ആണെന്നാണ് എൻ്റെ അർത്ഥം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ബാക്ക് ടു ട്രാക്ക് വരാൻ പറ്റും. ഓക്കെ, ഇത് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നവരുണ്ട്, ഒരു എക്സ്പേർട്ടിൻ്റെ ഹെൽപ്പ് എടുത്ത് ചെയ്യാൻ പറ്റുന്നവരുണ്ട്. എനിക്ക് തീരെ പറ്റുന്നില്ല എന്ന് തോന്നുന്ന സമയത്ത് ഐ ഡെഫിനറ്റ്ലി ടേക്ക് ദ ഹെൽപ്പ് ഓഫ് എൻ എക്സ്പേർട്ട്. ഞാൻ എൻ്റെ പേഴ്സണൽ കൗൺസിലേഴ്സ് ഉണ്ട്, ഞാൻ അവരുടെയൊക്കെ ഹെൽപ്പ് സീക്ക് ചെയ്യാറുണ്ട്. ആൻഡ് ഞാൻ കുറേ നാൾ ഹെൽത്തിഫൈ മീൻ്റെ പാക്കേജ് എടുത്തിട്ടുണ്ടായിരുന്നു 2 years ബാക്ക്. ഞാൻ അവരുടെ ഒരു 8 months കോഴ്സ് എന്തോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഡയറ്റീഷ്യൻ പ്ലസ് നമുക്ക് എന്താ പറയുക ഫിസിക്കൽ ഇൻസ്ട്രക്ടറും ഒക്കെ ഉണ്ടാകും. അതിൽ ഡയറ്റീഷ്യനുമായിട്ട് ഐ എം സ്റ്റിൽ ഇൻ ടച്ച് വിത്ത്. ഷീ വാസ് എ മല്ലു ഫ്രം മുംബൈ. സോ ലൈക്ക് അങ്ങനത്തെ കാര്യങ്ങളും പിന്നെ കുറച്ച് ChatGPT, കുറച്ച് അല്ലാണ്ട് നമ്മളുടെ എക്സ്ട്രാ റീഡിങ്ങിൻ്റെ അറിവും അങ്ങനെയൊക്കെ വെച്ചിട്ട് ഞാനിപ്പോൾ എൻ്റെ ഒരു റുട്ടീൻ സെറ്റ് ചെയ്യുകയാണ് ഫ്രം വേരിയസ്. ഞാൻ ഫോളോ ചെയ്യുന്ന ഒത്തിരി യൂട്യൂബ് വ്ളോഗേഴ്സ് ഉണ്ട്, അവരെയൊക്കെ ഞാൻ നിങ്ങൾക്ക് പതിയെ പറഞ്ഞുതരാം. ലൈക്ക് അതായത് മൈൻഡിനും ബോഡിക്കും സോളിനും വേണ്ടിയിട്ടുള്ള സെപ്പറേറ്റ് ചാനൽസ് ഞാൻ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്നതുണ്ട്. സോ അവരിലൂടെയൊക്കെ ഞാൻ എൻ്റേതായിട്ടുള്ളൊരു റുട്ടീൻ ഫോം ചെയ്തിട്ടുണ്ട്. സോ ഇന്ന് തൊട്ട് ഐ എം ബിഗിനിങ് ദാറ്റ്. ആക്ച്വലി ഇപ്പോൾ ഞാൻ ഭയങ്കര ഓവർ വെയ്റ്റ് ഒക്കെ ആയിട്ട് ഇരിക്കുകയാണ്. ആൻഡ് അതെനിക്ക് വല്ലാണ്ട് ഡിഫിക്കൽട്ടീസ് ഉണ്ടാക്കുന്നുണ്ട്, ബോത്ത് ഫിസിക്കലി ആൻഡ് മെൻ്റലി ഇമോഷണലി ഒക്കെ ഒത്തിരി പ്രശ്നങ്ങൾ എനിക്ക് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ വെയിറ്റിൽ എൻ്റെ ഒരു കൺട്രോള് എവിടെന്നോ നഷ്ടപ്പെട്ടു പോയായിരുന്നു. അപ്പോൾ അതൊക്കെ എനിക്ക് തിരിച്ചു പിടിച്ചുകൊണ്ട് വരണം. ആൻഡ് ഇപ്പോൾ ലൈക്ക് നോർമലി നമ്മളൊരു വർഷത്തിൻ്റെ തുടക്കത്തിലൊക്കെയാണല്ലോ ഇത് ചെയ്യാറ്, അല്ലെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു ചാലഞ്ച് ഉണ്ടായിരുന്നു വർഷത്തിൻ്റെ പകുതി എത്തുമ്പോൾ തുടങ്ങാമെന്നൊക്കെ പറഞ്ഞിട്ട്. സോ എനിക്കിപ്പോൾ അങ്ങനെയൊന്നുമില്ല. ബേസിക്കലി അടുത്ത 2025 ഐ എം റീച്ചിങ് മൈ 30. ഓക്കെ, സോ ഐ എം 95 ബോൺ. അപ്പോൾ 2025 ഫെബ്രുവരി ആകുമ്പോഴത്തേക്കും ഞാൻ 30 വയസ്സാകും. എനിക്കത് ആലോചിക്കാൻ പോലും വയ്യ. പക്ഷേ എനിക്ക് എൻ്റെ 30ലേക്ക് കടക്കുമ്പം ഹെൽത്തി ആയിട്ട് കിടക്കണം എന്നുണ്ട്. സോ ഇനി എൻ്റെ മുന്നിൽ എത്ര മാസമുണ്ട്? ഇതിപ്പോൾ സെപ്റ്റംബർ അല്ലേ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, 5 മാസമുണ്ട്. അപ്പോൾ ഒരു 3 മാസത്തിൽ എനിക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ടാർഗറ്റ് വെയിറ്റിലേക്ക് എത്തണം. ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ടാർഗറ്റ് നോട്ട് ജസ്റ്റ് ഒരു വെയിറ്റിൽ മാത്രമല്ല, ഒരു ഓവറോൾ ഫിറ്റ്നസ് എനിക്ക് കൊണ്ടുവരണം, ബോത്ത് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഫിറ്റ്നസ്. സോ ഐ എം കോച്ചിങ് ഓൺ മൈസെൽഫ് ഇപ്പോൾ. ആൻഡ് ഇത് ഞാൻ റെഗുലർലി ക്ലയൻസിനോട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇപ്പോൾ എനിക്ക് കുറച്ചായിട്ട് ഭയങ്കര ഇത്, അപ്പോൾ ഞാൻ തൽക്കാലത്തേക്ക് നിർത്തിയൊക്കെ വെച്ചിരിക്കുക. അങ്ങനെ ഒരു ലൈഫ് സെറ്റിംഗ് അല്ലെങ്കിൽ ഒരു കോച്ചിങ് പരിപാടി കുറച്ച് ഞാൻ നിർത്തി വെച്ചിരിക്കുക. ബിക്കോസ് ഫസ്റ്റ് ലെറ്റ് മീ ഡൂ ഇറ്റ് ഓൺ മൈസെൽഫ്, എന്നിട്ട് നമുക്കത് ആളുകളിലേക്ക് എത്തിക്കാമെന്ന് വിചാരിക്കണം. സോ ദാറ്റ് ലൈക്ക് എൻ്റെ ഒരു ചേഞ്ച് എനിക്ക് തന്നെ മനസ്സിലാകുമ്പോൾ എനിക്ക് കുറച്ചും കൂടെ കോൺഫിഡൻസ് ആകുമല്ലോ. സോ ഇന്ന് രാവിലെ അത് സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാം കഴിഞ്ഞ് ഞാനിപ്പോൾ വന്ന് റെസ്റ്റ് എടുത്തിരിക്കുകയാണ്. എൻ്റെ രാവിലത്തെ ഒരു റുട്ടീൻ ഇപ്പോൾ കഴിഞ്ഞിട്ടിരിക്കുകയാണ്. ഇനി എനിക്ക് കുളിക്കണം, പിന്നെ ഭക്ഷണം ഉണ്ടാക്കണം, എന്നിട്ട് ഓൺ ടൈം എനിക്ക് ഓഫീസിലെത്തണം. യെസ്, ലൈക്ക് മുതലാളിമാർക്ക് എന്തുമാകാമല്ലോ. അപ്പോൾ ഞാൻ തോന്നിയൊരു സമയത്ത് ഇങ്ങനെ പോയിക്കോളൂ. ബിക്കോസ് രാവിലെ എൻ്റെ ഒരുമാതിരി പണിയൊക്കെ വീട്ടിലിരുന്നിട്ടാണ് നടക്കുക. ലൈക്ക് ക്ലയൻസിനെ ഫോളോ അപ്പ് ചെയ്യുന്ന കാര്യങ്ങളും അവരുടെ ഈ പറയുന്ന റുട്ടീൻ്റെ കാര്യങ്ങളും അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ വീട്ടിലിരുന്നിട്ട് തന്നെ നടക്കുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ പലപ്പോഴും ലേറ്റ് ആവാറുണ്ട് എത്താനായിട്ട്. പിള്ളേരോട് ഞാൻ പറഞ്ഞു 10 മണിക്ക് എത്തിക്കോണമെന്ന്. അപ്പോൾ ഇന്ന് തൊട്ട് ഞാനും ആ ഒരു റുട്ടീനിലേക്ക് ഫോളോ ചെയ്യാൻ പോവുക. ഐ ബി ജസ്റ്റ് ഷോയിങ് മൈ മോർണിംഗ് തിങ്സ്. അതിനുശേഷം നോക്കാം. സോ ബേസിക്കലി കുറച്ച് മടിയുണ്ടായിരുന്നെങ്കിലും ഐ സ്റ്റാർട്ടഡ് മൈ ഡേ വിത്ത് വാക്കിംഗ്. എനിക്ക് നടക്കാൻ പോകാൻ ആക്ച്വലി ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇവിടെയുള്ള കുറച്ച് എക്വിപ്മെൻറ്റ്സൊക്കെ ഞാൻ ഉപയോഗിക്കാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഇല്ല, എനിക്ക് നടക്കണമായിരുന്നു. എനിക്ക് കുറച്ച് മെഡിറ്റേഷനൊക്കെ ചെയ്യണമായിരുന്നു. കുറച്ച് കാര്യങ്ങൾ ഞാൻ മോർണിംഗ് സ്ഥിരമായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. സോ അതിൻ്റെ ഭാഗമായിട്ടാണ് ചെറിയ കുറച്ച് മൈൻഡ്ഫുൾനെസ് എക്സസൈസൊക്കെ, അതൊക്കെ ഇവിടെ ഇരുന്ന് ഞാൻ ചെയ്ത് തിരിച്ച് വീട്ടിലെത്തിയതിന് ശേഷം ഞാൻ എൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ, ഇതാണ് ഞാൻ കുറേ കാലമായിട്ട് ഇത് എഴുതുന്നുണ്ട്. ആ ബുക്കിൻ്റെ പകുതിയോളം കഴിഞ്ഞായിരുന്നു. സോ ഞാൻ അതും എടുത്ത് എഴുതി. ഇത് ഞാൻ ഓൺലൈൻ വാങ്ങിച്ച ബുക്കാണ് കേട്ടോ. സോ രാവിലെ ഒരു 5 minutes അതിന് വേണ്ടിയിട്ട് മൊത്തം എടുക്കത്തുള്ളൂ. രാവിലെയും രാത്രിയും നമ്മളത് എഴുതണം. ആൻഡ് ദെൻ കുറച്ച് വായിക്കാമെന്ന് വിചാരിച്ചു. ആൻഡ് ദിസ് ഇസ് മൈ കറൻറ്റ് എന്താ പറയുക ഫേവറേറ്റ് ബുക്ക്. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം മാതൃഭൂമി ബുക്ക് സ്റ്റോളിൽ വെറുതെ കയറിയപ്പോൾ വാങ്ങിച്ചതാണ്. ഐ തിങ്ക് വെരി യൂസ്ഫുൾ പാരൻറ്റിങ് ടിപ്സാണ്. ബട്ട് നമുക്കിതുകൊണ്ട് കുറച്ച് പ്രയോജനമുണ്ട് എന്ന് വിചാരിച്ചു.
പിന്നെ ഞാനിനി ജസ്റ്റ് ഇന്ന് എന്തൊക്കെ കഴിച്ചു എന്ന് കാണിക്കാം. ഇത് എൻ്റെ മോർണിംഗ് ഡ്രിങ്കാണ് കേട്ടോ, ജീരകവും ഇഞ്ചിയും ഒക്കെ ഇട്ടത്. ആൻഡ് ദിസ് ഇസ് മൈ ബ്രേക്ക്ഫാസ്റ്റ്, ജസ്റ്റ് ഒരു ഫ്രൂട്ട് ബൗളാണ്. ആൻഡ് ദിസ് ഇസ് മൈ ലഞ്ച്. ഞാൻ പാക്ക് ചെയ്ത് വെച്ചു ഓൾറെഡി. ഇത് കിച്ചടിയാണ് ഞാൻ ഉദ്ദേശിച്ചത്, പക്ഷേ കണ്ടാൽ പോഹ പോലെ ഉണ്ട്. കിച്ചടിയാണത്, നല്ല ടേസ്റ്റ് ഉണ്ട് ആക്ച്വലി. ഇതിൻ്റെയൊക്കെ റെസിപ്പി ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ ഇടാം. ആൻഡ് അത് സാലഡാണ്, അതിൽ കുറച്ച് യോഗട്ടും കൂടെ മിക്സ് ചെയ്യാനുണ്ടായിരുന്നു. ജസ്റ്റ് അങ്ങനെയാണ് ഞാനതിനെ കൊണ്ടുപോയത്. ഇത് ഫ്രൂട്ട് ബൗൾ കഴിച്ചിട്ട് ഞാൻ നേരെ ബാക്കിയുള്ള സാധനങ്ങളുമായിട്ട് ഞാൻ ഓഫീസിലേക്ക് ഇറങ്ങി. സോ ഇതാണ് എൻ്റെ മോർണിംഗ് റുട്ടീൻ. ടാറ്റാ.